ലോൺ തരുമോ എന്ന് യാതൊരു കാരണവശാലും ആരും ചോദിക്കരുത്. ദയവ് ചെയ്ത് ഒരു ബാങ്കിൽ പോയിട്ടും നിങ്ങൾ എൻ്റർപ്രണർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ലോണും തരുമോ എന്ന് ചോദിക്കരുത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ തുക മനസ്സിലാക്കിയാൽ മാത്രമേ സംരംഭം എന്താണെന്നും സംരംഭം ലാഭത്തിലാണെന്നും സംരംഭം ലാഭത്തിന് വേണ്ടി മാത്രമാണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയാണ് ചെറിയൊരു ഫിലോസഫിക്കൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രീതി പ്രകാശ് എന്ന് പറയുന്ന ഒരു സംരംഭകയുടെ തുടക്കമല്ല, പ്രകാശ് പറക്കാട്ടെന്ന് പറയുന്ന ഒരു സംരംഭകൻ്റെ തുടക്കമാണ് പറക്കാട്ടിൻ്റെ തുടക്കം. ഇപ്പോൾ വസ്തു ഈടുമേലാണല്ലോ പലപ്പോഴും ലോണ് ഷെഡ്യൂൾഡ് ബാങ്കിന് താല്പര്യം ഉണ്ടാകുക. ഒരു കൊളാറ്ററലും ഇല്ലാതെ MSME നിന്ന് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കൂട്ടായ സംരംഭത്തിനോ എത്ര രൂപ വരെ ലോൺ കിട്ടും? രോഗം കണ്ടുപിടിച്ചെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഞായറാഴ്ച എനിക്ക് കൂടുതൽ കാലത്ത് തുടങ്ങി എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് എത്തിപ്പെടാൻ വേണ്ടി ദൈവം തന്നൊരു അവസരമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ലോണുണ്ട്. അതായത് ലേഡീസിനോ SC/STക്കോ മാത്രമുള്ള ലോണാണ്. അപ്പോൾ നിങ്ങളൊരു 3 പേരാണ് ചേർന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ 2 ലേഡീസ് ഉണ്ടെങ്കിൽ അതിന് 1 കോടി രൂപയുടെ ലോണാണത്. 100% സബ്സിഡിയുള്ള ലോണുകൾ MSMEയിലുണ്ടോ? ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾസ് എല്ലാം വരും, അതെല്ലാം സ്വാഭാവികമാണ്. ലോൺ കിട്ടാൻ ചിലപ്പോൾ വൈകും, അല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരും. നമ്മൾക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് വെയിൽ തന്നെ നടക്കണം എന്നില്ല. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, പ്ലാൻ A ഇടുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ബിയും കൂടെ ഇടണം. കാരണം ചിലപ്പോൾ പ്ലാൻ A സക്സസ് ആവണമെന്നില്ല, പക്ഷെ നമ്മൾ പ്ലാൻ ബി നമ്മൾ മനസ്സിൽ കണ്ടിരിക്കണം. ഇതല്ലേ അടുത്തത് നമ്മൾ വിജയിപ്പിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ മനസ്സാണ് ആദ്യം വേണ്ടത്. അവിടെ നമുക്ക് ഈ പറയുന്ന MSME ലോണോ അല്ലെങ്കിൽ ഏതും നമ്മളിലേക്ക് വരും. അത് യൂണിവേഴ്സിനൊരു പവറുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിതീവ്രമായിട്ട് ആഗ്രഹിച്ച് നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു നോക്കിയേ, എല്ലാം നമ്മളിലേക്ക് അടുത്ത് വരും. നമ്മളൊരിക്കലും MSME ലോണെന്നല്ല, ഒന്നും കിട്ടില്ല എന്നല്ല, എല്ലാം കിട്ടും, എല്ലാം നടക്കും. നടക്കണമെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതിലേക്ക് മറ്റുള്ളവരെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക വേണ്ടത്. You are watching India's first NGO television, Malanadu TV India.